എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാത്റൂം വൃത്തിയായിരിക്കാനായിട്ട് അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ആയിട്ടിരിക്കാനായിട്ടുള്ള 5 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ 5 ശീലങ്ങൾ നമ്മൾ എന്നും ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബാത്റൂമൊക്കെ എന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ആ 5 ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ബാത്റൂമിൽ വാഷ് ബേസിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ടായിരിക്കും കൂടുതലും പല്ലൊക്കെ തേക്കാറ്. ഇപ്പോൾ പല്ലൊക്കെ തേക്കാനായിട്ട് ബ്രഷൊക്കെ എടുത്ത് പേസ്റ്റൊക്കെ എടുത്ത് പല്ല് തേച്ച ശേഷം നമ്മൾ പലപ്പോഴും ബ്രഷും പേസ്റ്റൊക്കെ ആ വാഷ് ബേസിൽ തന്നെ വെച്ചിട്ട് പോകാറുണ്ട്. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഫേസ് വാഷ് ആയിരിക്കാം. അതുപോലുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച ശേഷം ആ വാഷ് ബേസിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ബാത്റൂമിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് പോകാറുണ്ട്, പിന്നെ എടുത്ത് വയ്ക്കുക എന്നുള്ള ഓർമ്മയിൽ. പക്ഷെ പലപ്പോഴും നമ്മളത് അവിടെ അങ്ങനെ ഇരിക്കും, കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഓർക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് വരുമ്പോഴായിരിക്കും ഈ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പോകുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ശീലം അങ്ങോട്ട് മാറ്റാം. ആ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ നമ്മൾ ഉപയോഗിച്ച ശേഷം ഉടനെ തന്നെ അവിടെ നിന്ന് എടുത്ത് അതിൻ്റേതായ സ്ഥലത്ത് യഥാസ്ഥാനത്ത് എടുത്ത് വയ്ക്കുക. അടുത്തതായിട്ട് നമ്മൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് വാഷൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹാൻഡ് വാഷൊക്കെ നമ്മൾ എടുത്ത ശേഷം മുഖം കഴുകുക, കൈ കഴുകുകയൊക്കെ ചെയ്തിട്ട് വാഷ് ബേസിൻ്റെ സൈഡിൽ വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അതിൻ്റെ യഥാസ്ഥാനത്ത് എടുത്ത് വയ്ക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഈ ഹാൻഡ് വാഷും ഫേസ് വാഷൊക്കെ വയ്ക്കുമ്പോൾ അത് വെച്ച സ്ഥലത്ത് ചിലപ്പോൾ സോപ്പൊക്കെ ആവാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പതയും മറ്റൊക്കെ ആവാറുണ്ട്. പക്ഷേ നമ്മളത് ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, പിന്നീട് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് പോവും. പക്ഷേ നമ്മളത് അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ അത്രയും ജോലി കുറഞ്ഞു കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മളുടെ ജോലികളൊക്കെ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു മൈക്രോ ഫൈബറിൻ്റെ സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. നമ്മുടെ സമയം ലാഭിക്കാനും അതോടൊപ്പം എല്ലാം ക്ലീൻ ആയിട്ടിരിക്കാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. അടുത്തതായിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാത്റൂമിലെ ടൈലുകളിൽ വെള്ളമൊക്കെ പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറ പോലെയാവും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഡെഡ് സ്കിൻ സെൽസും അതുപോലെ തന്നെ സോപ്പിൻ്റെ കറകളും പതയൊക്കെ ആയിരിക്കും മിക്കവാറും ഈ വെള്ളമൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വൈപ്പർ എപ്പോഴും ബാത്റൂമിൽ സൂക്ഷിക്കുക. എന്നിട്ട് കുളി കഴിഞ്ഞ ഉടനെ തന്നെ ആ ടൈലുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പണിയും എളുപ്പമായിരിക്കും. പിന്നീട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ടൈലൊക്കെ കഴുകി ഒരുപാട് സമയം കളയേണ്ട ആവശ്യം വരില്ല. അടുത്തതായിട്ട് നമ്മളെല്ലാവരും കുളിക്കാനായിട്ട് സോപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കുളിക്കാനുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച ശേഷം നമ്മൾ സോപ്പ് വയ്ക്കുന്ന ആ ബോക്സിലേക്ക് വയ്ക്കും. പക്ഷേ പലപ്പോഴും ഈ ബോക്സിൽ സോപ്പിൻ്റെ അംശങ്ങളൊക്കെ പറ്റി ആകെ വൃത്തികേടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ബാത്റൂം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സോപ്പിൻ്റെ കറകളൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ആ സോപ്പ് ട്രേ ഒക്കെ ഒന്ന് വൃത്തിയായി കഴുകി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ ഭാഗം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർ ഈ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അറപ്പോ അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നില്ല. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും, നമുക്കും എപ്പോഴും ഒരു സമാധാനമായിരിക്കും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യണമല്ലോ അല്ലെങ്കിൽ ബാത്റൂം വൃത്തികേടാണല്ലോ എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ ടെൻഷൻ. അപ്പോൾ അതുപോലുള്ള ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവഗണിക്കാറുള്ള കാര്യങ്ങളും കൂടിയാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അവഗണിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് പലർക്കും ഇതറിയാവുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ആരെങ്കിലും അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടുമല്ലോ, അതോർത്തിട്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വാഷ് ബേസിൻ അതുപോലെ തന്നെ ബാത്റൂമിലെ ക്ലോസറ്റുകളെല്ലാം കഴുകി വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ വാഷ് ബേസിനൊക്കെ കഴുകുമ്പോൾ നമ്മൾ മിക്കവാറും തന്നെ വാഷ് ബേസിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ നല്ല ക്ലീനാക്കി വെക്കും. എപ്പോഴും വാഷ് ബേസിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ക്ലീനായിരിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും വാഷ് ബേസിൻ്റെ പുറത്ത്, അതായത് ആ സൈഡിലെ ഭാഗത്തും അടിഭാഗത്തുമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വിട്ടു പോകാറുണ്ട്. അതുപോലെ തന്നെ ക്ലോസറ്റൊക്കെ നമ്മളെപ്പോഴും ക്ലോസറ്റിൻ്റെ ഉൾഭാഗമൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ സൈഡൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം പൈപ്പിൻ്റെ ഭാഗമൊക്കെ നമ്മൾ പലപ്പോഴും ക്ലീൻ ചെയ്യാതെ വിട്ട് കളയാറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബാത്റൂമും ക്ലീൻ ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മളെപ്പോഴും ബാത്റൂം ക്ലീൻ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും തന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ബാത്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബാത്റൂമൊക്കെ എന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും, അതുപോലെ സ്മെൽ ഫ്രീ ആയിട്ടും ഇരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും, അതും കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.